തൃശൂർ പീച്ചി സർവീസ് സഹകരണ ബാങ്ക് അഴിമതിയിൽ വിജിലൻസ് കേസെടുത്തു. വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ അഴിമതി ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ബാങ്ക് സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 2007 മുതൽ 2012 വരെയുള്ള ഇടപാടുകളിലാണ് അന്വേഷണം. പീച്ചി സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതികൾ ചൂണ്ടിക്കാട്ടി VC വർഗീസ് നൽകിയ ഹർജിയിൽ ത്വരിത പരിശോധന നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ബാങ്കിൽ നടത്തിയ പരിശോധനയിൽ അഴിമതി വ്യക്തമായതിനെ തുടർന്നാണ് തൃശൂർ വിജിലൻസ് DYSP A രാമചന്ദ്രൻ കേസ് രജിസ്റ്റർ ചെയ്തത്. ബാങ്ക് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കെതിരെയാണ് കേസ്. 76.26 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇൻസ്പെക്ഷൻ ഇനത്തിൽ 30.76 ലക്ഷവും സെക്രട്ടറിയുടെ TA ഇനത്തിൽ 2 ലക്ഷവും ക്രമക്കേട് നടത്തി. കുടുംബാംഗങ്ങൾക്ക് കോടികൾ വായ്പ നൽകിയതിൽ സെക്രട്ടറി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്ന് കണ്ടെത്തി. DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി പൂർത്തിയായില്ല. വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിലെ ചെട്ട്യാലത്തൂർ ഗ്രാമം കാടിന് പുറത്തിറങ്ങാനായി കാത്തിരിക്കുകയാണ്. വന്യമൃഗശല്യം കാരണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മൂലം ഇവിടെയുള്ളവർ ദുരിതത്തിലാണ്. പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കാനായിട്ടില്ല. 14 വനാന്തര ഗ്രാമങ്ങളിൽ നിന്നായി 800 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടത്. 80 കോടി രൂപ ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നുവെങ്കിലും 200 കുടുംബങ്ങളെ മാത്രമേ മാറ്റിപ്പാർപ്പിക്കാനായിട്ടുള്ളൂ. മുൻഗണനാ ക്രമമനുസരിച്ച് പദ്ധതി ഇനി നടപ്പാക്കേണ്ടത് ചെട്ട്യാലത്തൂർ ഗ്രാമത്തിലാണ്. എന്നാൽ പദ്ധതി നിലച്ച മട്ടാണ്. കൃഷി കാട്ടിൽ തീ മുളയില്ലാത്ത കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന വാഴ, തെങ്ങ്, കവുങ്ങ് ഇതൊക്കെയാണ് ഇപ്പോൾ അവർക്ക് ഇഷ്ടഭക്ഷണം മൃഗങ്ങൾക്ക്, ആനകൾക്ക്. അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റ് പഠിച്ചതുകൊണ്ട്, അതിൻ്റെ രുചി മനസ്സിലാക്കിയതുകൊണ്ട് അവർ വിട്ടു പോകുന്നില്ല കൃഷി സ്ഥലത്ത്. മുത്തങ്ങ റേഞ്ചിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. വന്യമൃഗശല്യത്താൽ 200 ഏക്കറോളം കൃഷിഭൂമിയാണ് ഇവിടെ തരിശായി കിടക്കുന്നത്. ഇവിടെയുള്ളവരുടെ ഉപജീവന മാർഗമാണ് കൃഷി. വൈദ്യുതിയോ റോഡോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ചെട്ട്യാലത്തൂരിലില്ല. വിദ്യാർത്ഥികളുടെ പഠനം പോലും മുടങ്ങുന്നു. പദ്ധതി പൂർത്തീകരിക്കുവാനുള്ള അടിയന്തര നടപടികൾക്കായി കാത്തിരിക്കുകയാണ് ഇവരിപ്പോഴും. ന്യൂസ് ബ്യൂറോ, വയനാട്. മാന്ത്രികന്റെ കൈവേഗതയും ചടുലതയും സ്വായത്തമാക്കി വെള്ളിത്തിരയുടെ പ്രിയതാരം മഞ്ജു വാര്യർ ഇന്ദ്രജാല പ്രകടനത്തിന് തയ്യാറെടുക്കുകയാണ്. മാജിക് അക്കാദമിയും യൂണിസെഫും സഹകരിച്ച് തയ്യാറാക്കുന്ന മാജിക് ഓഫ് മദർഹുഡ് എന്ന ഇന്ദ്രജാല പരിപാടിയിലാണ് മഞ്ജുവിന്റെ പ്രകടനം. ഈ മാസം 15-ന് കഴക്കൂട്ടം കിൻഫ്ര പാർക്കിൽ നടക്കുന്ന ഇന്ദ്രജാല പരിപാടിക്ക് മുന്നോടിയായി മഞ്ജു തീവ്ര പരിശീലനത്തിലാണ്. മാജിക് അക്കാദമിയും യൂണിസെഫും സഹകരിച്ചാണ് പരിപാടി തയ്യാറാക്കുന്നത്. ഗർഭാവസ്ഥയിലെ 270 ദിവസങ്ങളും ജനിച്ചു പിന്നിടുന്ന ആദ്യത്തെ 2 വർഷങ്ങളിലും കുട്ടികൾക്ക് നൽകേണ്ട പോഷകസമൃദ്ധമായ ആഹാര രീതികളെക്കുറിച്ചും ആരോഗ്യകരമായ മാനസിക ചിന്തകളെക്കുറിച്ചും വാക്സിനേഷനുകളെക്കുറിച്ചും പൊതുബോധം ഉണ്ടാക്കാനാണ് മാജിക് പ്ലാനറ്റിൽ മോം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ജൂലൈ 15-ന് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും മഞ്ജു വാര്യരും ചേർന്നാണ് മോം എന്ന വിസ്മയ പ്രകടനം നടത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോയിൻ മാജിക്, റോപ്പ് മാജിക്, ഇല്യൂഷനുകൾ എന്നിവ അനായാസം അവതരിപ്പിക്കാൻ മഞ്ജു സജ്ജമായതായി പരിശീലകൻ ഗോപിനാഥ് മുതുകാട് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്ര റിപ്പോർട്ടറായി മുൻ മന്ത്രി അടുത്തു വന്നിരുന്നാൽ മാധ്യമപ്രവർത്തകർ ഞെട്ടുമെന്നുറപ്പ്. ഇന്ന് നിയമസഭയിലെത്തിയ VIP റിപ്പോർട്ടറെ കണ്ട് മുഴുവൻ മാധ്യമപ്രവർത്തകരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മുൻമന്ത്രി KP മോഹനനാണ് പത്ര റിപ്പോർട്ടറായി നിയമസഭയിലെത്തിയത്. സ്വന്തം പത്രമായ പടയണിക്ക് വേണ്ടിയാണ് പത്ര റിപ്പോർട്ടറുടെ യഥാർത്ഥ വേഷം KP മോഹനൻ അണിഞ്ഞത്. MLA ആയി നിയമസഭയിൽ കയറാൻ കൂത്തുപറമ്പുകാർ അനുവദിച്ചില്ലെങ്കിലും നിയമസഭയിൽ കയറിയടങ്ങൂ എന്ന വാശിയിലാണ് മുൻമന്ത്രി KP മോഹനൻ. പടയണി എന്ന സ്വന്തം പത്രത്തിന്റെ സ്റ്റാഫ് റിപ്പോർട്ടറായിട്ടാണ് KP മോഹനന്റെ ഇപ്പോഴത്തെ വേഷപ്പകർച്ച. മുൻമന്ത്രിയെ പ്രസ് ഗ്യാലറിയിൽ റൈറ്റിംഗ് പാഡും പേനയുമായി കണ്ടപ്പോൾ പത്രക്കാർക്ക് കൗതുകം. വന്നത് നിയമസഭ റിപ്പോർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസം വരാത്ത മാധ്യമപ്രവർത്തകരെ റൈറ്റിംഗ് പാഡ് കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടി വന്നു മുൻ മന്ത്രിക്ക്. റിപ്പോർട്ടിംഗ് എക്സ്പീരിയൻസ് പഴയ കാലത്ത് സ്പോർട്സിൻ്റെതും അതുപോലെ തന്നെ പ്രാദേശികമായ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. MLA ആവുന്നതിന് മുമ്പേ MLAയും മന്ത്രിയും അല്ലാത്ത സാഹചര്യത്തിൽ ഇതൊരു ആകാമെന്ന് കരുതിയപ്പോൾ വളരെ നല്ല പ്രതികരണമാണ് പലരിൽ നിന്നുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആദ്യമായിട്ട് നിയമസഭയിലെ പ്രസ് ഗാലറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയത്. 1973-ൽ തലശ്ശേരിയിൽ നിന്നാരംഭിച്ച പടയണി എന്ന സായാഹ്ന പത്രം സ്വന്തം പിതാവായ PR കുറുപ്പിൽ നിന്നും ഒസ്യത്തായി കിട്ടിയതാണ് KP മോഹനന്. ഈ സമ്മേളനത്തിൽ നാളെ കൂടെ പത്രപ്രവർത്തകനായി KP മോഹനൻ സഭയിലുണ്ടാവുമെങ്കിലും അടുത്ത സമ്മേളനം മുതൽ മുഴുവൻ സമയ പത്രക്കാരനായി മാറാനാണ് KP മോഹനന്റെ തീരുമാനം. S ജീവൻകുമാർ, തിരുവനന്തപുരം. LDF സർക്കാരിന്റെ സൽപ്രവർത്തികളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും സംസ്ഥാനത്ത് ആക്രമണം നടത്താനുമുള്ള ചില കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP സർക്കാരും എണ്ണ കമ്പനികളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് പെട്രോൾ, ഡീസൽ വില വർധനയ്ക്ക് കാരണമെന്നും കോടിയേരി ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPIM സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ.
കേന്ദ്ര സർക്കാരിന്റെ വികല നയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുതുലയ്ക്കൽ എന്നിവയ്ക്കെതിരെയാണ് CPM രാജ്ഭവൻ മാർച്ച് നടത്തിയത്. ജനങ്ങളെ കബളിപ്പിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദിയുടേതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അധികാരത്തിൽ വന്നപ്പോൾ അവർ മുമ്പ് നടത്തിയ സമരം മറന്നുപോയി. ഇന്ന് കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ള ചെയ്ത് എണ്ണ കമ്പനിക്കാരുടെ കീശ വീർപ്പിക്കുന്ന, പണസഞ്ചി വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സർക്കാരാണ് മോദി സർക്കാർ. LDF സർക്കാരിന്റെ ഭരണം നല്ല തുടക്കമാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്നുണ്ട്. സർക്കാരിന്റെ സൽപ്രവൃത്തികളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നീക്കം നടക്കുന്നതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കോടിയേരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പയ്യന്നൂരിൽ CPIM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചെന്ന് SP. കുന്നൂർ സ്വദേശി ധനരാജാണ് കൊല്ലപ്പെട്ടത്. ധനരാജിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇതേ തുടർന്ന് കൊലപാതകത്തെ തുടർന്ന് പയ്യന്നൂർ മണ്ഡലത്തിൽ CPIM പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നു. ഇതിനിടെ പയ്യന്നൂരിൽ ഒരു RSS പ്രവർത്തകനും കൊല്ലപ്പെട്ടു. പയ്യന്നൂരിൽ കൊല്ലപ്പെട്ട CPIM പ്രവർത്തകൻ ധൻരാജിനെ RSSകാർ നേരത്തെ നോട്ടമിട്ടിരുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. K. സുരേന്ദ്രന്റെ ചാനൽ ചർച്ചകളിലടക്കം ധൻരാജിന്റെ പേര് പരാമർശിച്ചിരുന്നുവെന്നും ജയരാജൻ വ്യക്തമാക്കി. ഇതിൽ കൃത്യമായി RSS BJP നേതാക്കന്മാർക്ക് പങ്കുണ്ട്. BJP നേതാവായിട്ടുള്ള K. സുരേന്ദ്രൻ നേരത്തെ ചാനൽ ചർച്ചയിൽ തന്നെ എടുത്തു പറഞ്ഞ പേരായിരുന്നു സഖാവ് ധനരാജിൻ്റേത്. അപ്പോൾ ധനരാജിൻ്റെ പേര് നേരത്തെ തന്നെ സംഘപരിവാർ നേതാക്കളുടെ മനസ്സിൽ ലക്ഷ്യമിട്ട ഒന്നായിരുന്നു എന്നതാണ് ചാനൽ ചർച്ചയിലടക്കം BJP നേതാക്കന്മാർ ധനരാജിൻ്റെ പേര് ഉന്നയിക്കാൻ ഇടയായിട്ടുള്ളത്. ചക്ക കർഷകർക്ക് പ്രതീക്ഷയേകി കൃഷി വകുപ്പിന്റെ നൂതന പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ചക്കയുടെ മൂല്യവർദ്ധിത പ്രചരണം ലക്ഷ്യമിട്ട് വിളംബര ഘോഷയാത്ര മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നാവിൻ തുമ്പിൽ രുചിയുടെ വേറിട്ട രസങ്ങളുമായി ചക്ക ജ്യൂസും ബിരിയാണി കൂട്ടും ചക്ക ഐസ്ക്രീമും എല്ലാം ഇനി വിപണിയിലെത്തും. കൃഷി വകുപ്പിന്റെ പുതിയ ഉദ്യമത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്താണ് മുഖ്യമന്ത്രി ചക്ക വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തത്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയാൽ മാത്രമേ കർഷകർക്ക് പ്രയോജനം ലഭിക്കൂ എന്ന് മന്ത്രിമാരായ തോമസ് ഐസക്, VS സുനിൽകുമാർ എന്നിവർ പറഞ്ഞു. മലയാളികളുടെ ഇഷ്ടവിഭവമായ ചക്ക ഇനി രുചി വൈവിധ്യങ്ങളുടെയും പര്യായമായി മാറാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ അനധികൃതമായി സൂക്ഷിച്ച സ്വർണവും പണവും പിടികൂടിയ കേസിന്റെ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തു. 1,52 ലക്ഷം രൂപ നികുതി വെട്ടിച്ച് മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടികൂടിയത്. കൊച്ചി കച്ചേരിപ്പടിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ 2 രാജസ്ഥാൻ സ്വദേശികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിടിക്കപ്പെട്ട സ്വർണം 4 കിലോഗ്രാം മാത്രമാണ് എന്നായിരുന്നു പ്രതികളായ ബുണ്ടൻ സിംഗ്, പ്രഹ്ലാദൻ എന്നിവർ മൊഴി നൽകിയിരുന്നത്. എന്നാൽ വിശദമായ പരിശോധനയിൽ ഇത് 7.25 കിലോഗ്രാം ഉണ്ടെന്ന് വ്യക്തമായി. സ്വർണം കള്ളക്കടത്ത് നടത്തിയതിലൂടെ 1,22,52,000 രൂപയാണ് നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് കേസന്വേഷണം ഏറ്റെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ഈ തുക അടച്ചാൽ സ്വർണം വിട്ടുനൽകും. നിശ്ചിത സമയത്ത് തുകയടച്ചില്ലെങ്കിൽ സ്വർണം സർക്കാർ കണ്ടുകെട്ടും. അതിനിടെ സുരേഷ് ഭായ് എന്ന് വിളിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് തങ്ങൾ സ്വർണം കൊണ്ടുവന്നത് എന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. മുംബൈയിൽ നിന്ന് തീവണ്ടി മാർഗം പ്രത്യേകം തയ്യാറാക്കിയ ജാക്കറ്റുകളിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ കൊച്ചിയിലെ വിവിധ ജ്വല്ലറികളിൽ വിൽപ്പന നടത്താനുള്ളതായിരുന്നു. അതിനാൽ ഇവരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ള ജ്വല്ലറികളെ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെയും സ്വർണം കടത്തിയിട്ടുള്ള പ്രതികൾ കാരിയർമാർ മാത്രമാണെന്നും ഇവരെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്കുള്ള സമ്മാനമാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലൂടെ അടൂർ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് സ്ഥലം MLA ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. 150 കോടിയുടെ വികസന പദ്ധതികളാണ് തോമസ് ഐസക് ബഡ്ജറ്റിലൂടെ അടൂരിനായി നൽകിയത്. അടൂർ മണ്ഡലത്തിൽ ഇനി വികസനത്തിന്റെ നാളുകളായിരിക്കുമെന്നാണ് സ്ഥലം MLA ചിറ്റയം ഗോപകുമാർ പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബഡ്ജറ്റിൽ കടുത്ത അവഗണനയിലായിരുന്നു ഈ മണ്ഡലം. തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഇത്തവണ 150 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടൂർ നഗരസഭയ്ക്ക് സ്റ്റേഡിയം, പുതിയ പാലം, കോടതി സമുച്ചയം, പന്തളം, റവന്യൂ ടവർ തുടങ്ങിയ പദ്ധതികളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതും. കഴിഞ്ഞ 5 വർഷം UDF ഗവൺമെന്റ് അവഗണിച്ചിരുന്ന അടൂർ മണ്ഡലത്തെ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ മണ്ഡലത്തിലെ എല്ലാ വികസന മേഖലയിലും വികസനം എത്തിക്കാൻ വേണ്ടിയുള്ള
പരിശ്രമത്തിൻ്റെ ഭാഗമായി ബഡ്ജറ്റിൽ നിരവധി ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 25,640 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് ചിറ്റയം ഗോപകുമാറിനെ ഇത്തവണ അടൂർ മണ്ഡലത്തിലെ ജനങ്ങൾ നിയമസഭയിൽ എത്തിച്ചത്. ചിറ്റയത്തിന്റെ പ്രകടന പത്രികയിലെ പല പദ്ധതികൾക്കും ഇത്തവണത്തെ ബഡ്ജറ്റിൽ വലിയ പ്രാധാന്യവും ലഭിച്ചത് മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ള അംഗീകാരമായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മലപ്പുറത്ത് നിന്ന് കാണാതായ യുവാവ് IS-ൽ ചേർന്നെന്ന സംശയത്തിൽ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകി. അങ്ങാടിപ്പുറം സ്വദേശിയായ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് യമനിലേക്ക് കടന്നത്. 2014 മെയ് മാസത്തിലാണ് 25-കാരനായ അങ്ങാടിപ്പുറം സ്വദേശിയെ കാണാതായത്. 1.5 വർഷത്തിനു ശേഷം തിരിച്ചെത്തി ഇസ്ലാം മതം സ്വീകരിച്ചെന്നും അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ചെന്നും ബന്ധുക്കളെ അറിയിച്ചിരുന്നു. തിരിച്ചുപോയി യമനിൽ മതപഠനം നടത്തുകയാണെന്ന് വീട്ടിലേക്ക് കത്തയച്ചു. ഈ കത്താണ് ബന്ധുക്കൾക്ക് സംശയമുണ്ടാക്കുന്നത്. പിതാവ് മലപ്പുറം SP-ക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഈ ദുരൂഹത അതൊന്നും കൃത്യമായി പറയുന്നില്ല. കഴിഞ്ഞ മാസം ഫോൺ വിളിച്ചപ്പോഴും പറയുന്നില്ല, എവിടെയാണ് സ്ഥലം പറയുന്നില്ല, എന്ന് വരുന്നു പറയുന്നില്ല. അപ്പോൾ ഞാൻ സംശയിക്കുന്നു ഈ തീവ്രവാദ മേഖലയിൽ ആരെങ്കിലും പ്രേരണ കൊണ്ട് എത്തിച്ചേർന്നതാണെന്ന് ഞാൻ സംശയിക്കുന്നു. ഇതിൻ്റെ ഒരു പഠനകാലത്തുള്ള ഒരു സുഹൃത്തുണ്ട്, ഫിറോസാണ്, അവനാണ് ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. വീട്ടുകാരോട് ഇസ്ലാം മതത്തിലേക്ക് കടന്നുവരണമെന്നും ആവശ്യപ്പെടുന്ന കത്തിലെ പല ഭാഗങ്ങളും അറബിയിലാണ്. പട്ടിക്കാട് സ്വദേശിയായ ഫിറോസാണ് മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചത്. യമനിലെ ദമ്മാജ് സലഫിയിൽ ചേർന്നെന്നും ഇയാൾ പിതാവിനോട് പറഞ്ഞിരുന്നു. IS വലയിൽ മലയാളി യുവാക്കൾ വ്യാപകമായി ഉൾപ്പെട്ട പശ്ചാത്തലത്തിൽ ആശങ്കയോടെ കഴിയുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാസർഗോഡ് നിന്നും കാണാതായ റിഫൈല പിതാവിന് സന്ദേശമയച്ചു. താൻ സുരക്ഷിതയാണെന്നും ജോലിയിൽ ഉടൻ പ്രവേശിക്കുമെന്നും റിഫൈല അച്ഛനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് റിഫൈല വിശദീകരിച്ചിട്ടില്ല. പടനയിൽ നിന്ന് കാണാതായ ഇജാസിന്റെ ഭാര്യയാണ് റിഫൈല. ഇന്നലെ രാത്രി 11:30യോടെയാണ് റിഫൈലയുടെ കാസർഗോഡ് നീലേശ്വരം സിയാറത്തുങ്കരയിലെ വീട്ടിലേക്ക് മൊബൈൽ ശബ്ദ സന്ദേശം അച്ഛൻ റഫീഖിന് ലഭിച്ചത്. തനിക്ക് സുഖമാണെന്നും ഭയപ്പെടേണ്ടതില്ലെന്നും ജോലി ലഭിച്ചുവെന്നുമായിരുന്നു സന്ദേശം. എന്നാൽ എവിടെയാണുള്ളതെന്നോ തിരികെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറോ നൽകിയില്ല. സന്ദേശം റെക്കോർഡ് ചെയ്യാനോ വീണ്ടും കേൾക്കുവാനോ സാധിച്ചില്ല. ഡോക്ടർ ഇജാസും ഭാര്യ റിഫൈലയും ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും ഒമാൻ വഴി ഇറാനിലെത്തുകയും അവിടെ നിന്ന് IS കേന്ദ്രത്തിൽ എത്തിയെന്നുമാണ് കരുതുന്നത്. എഞ്ചിനീയർ അബ്ദുൾ റഷീദിനൊപ്പം IS-ലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തവരിൽ പ്രധാനിയായാണ് കരുതുന്നത്. ഡോക്ടർ ഇജാസിന്റെ സഹോദരൻ ഷിഹാസും ഭാര്യ അജ്മലയും സമാന നിലയിൽ ഇന്ത്യ വിട്ടതായുള്ള യാത്രാരേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. IS-ൽ ചേർന്നതായി സംശയിക്കുന്ന നിമിഷയുടെ അമ്മ ബിന്ദു കേന്ദ്രമന്ത്രി താവർചന്ദ് ഗെഹ്ലോട്ടിന് പരാതി നൽകി. ബിന്ദുവിന്റെ പരാതി കേന്ദ്ര സർക്കാർ ഗൗരവത്തിലെടുക്കുന്നതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവരുടെയും മക്കൾ IS വിവാദത്തിന്റെ പേരിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ പ്രചാരവേല നടത്തുന്നത് ശരിയല്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സക്കീർ നായിക്കിനെ അനുകൂലിക്കുന്ന നിലപാട് മുസ്ലിം ലീഗിൻ്റെതാണോ ഏതെങ്കിലും വ്യക്തികളുടേതാണോ എന്ന് വ്യക്തമാക്കണമെന്നും കോടിയേരി പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നാണ് നിലപാടെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാകെ തീവ്രവാദത്തിലേക്ക് എത്തുന്നു എന്നുള്ള വിധത്തിലുള്ളൊരു പ്രചാരവേല ചില കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം പ്രചാരവേല തെറ്റായ ചില നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക. എല്ലാ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ഭീകരവാദത്തിന് ഞങ്ങൾ എതിരാണ്. അത്തരം എല്ലാ ഭീകരവാദികളെയും ഒറ്റപ്പെടുത്താനുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ചില നേതാക്കന്മാർ നായിക്കിനെ ന്യായീകരിച്ചുകൊണ്ടൊരു പ്രസ്താവന പുറപ്പെടുവിച്ചതായിട്ട് കാണുന്നുണ്ട്. നായിക്കിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ശബരിമല ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നതാണ് CPIM-ന്റെ നിലപാടെന്നും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. LDF ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. CPM-ന്റെ നിലപാട് സ്ത്രീ പ്രവേശനം ഏത് ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിനും അനുകൂലമായ സമീപനമാണ്. മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവ് MK ദാമോദരനെതിരെ ഉയർന്ന ആരോപണങ്ങളിലും കോടിയേരി മറുപടി നൽകി. MK ദാമോദരൻ ഒരു ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായി കേസുകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. അത് അദ്ദേഹം വിവേചനപൂർവ്വം തീരുമാനമെടുക്കേണ്ടുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. മറ്റ് വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. സർക്കാർ കക്ഷിയായിട്ടുള്ള കേസുകളിൽ അദ്ദേഹം ഹാജരായിട്ടുണ്ടോ എന്നുള്ളത് പാർട്ടി പ്രത്യേകം പരിശോധിക്കുന്നതാണ്. അദ്ദേഹം ലോട്ടറി കേസിൽ ഗവൺമെന്റിനെതിരായിട്ട് ഹാജരായിട്ടില്ല. ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടിയുടെ നിലപാട് പരിശോധിച്ച ശേഷം വിശദീകരിക്കാമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേർ അതിർത്തിയിൽ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. ഒറീസയിൽ നിന്ന് എത്തിച്ച 4 കിലോ കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. സമാന കേസിൽ മുമ്പും പ്രതികൾ പിടിയിലായിട്ടുണ്ട്.
ിലേക്ക് കടത്താൻ ശ്രമിച്ച 4 കിലോഗ്രാം കഞ്ചാവുമായി അതിർത്തി ഗ്രാമമായ കുറിച്ചിക്കോട്ടയിലാണ് രണ്ടുപേരെ തമിഴ്നാട് വനപാലകർ അറസ്റ്റ് ചെയ്തത്. കുറിച്ചിക്കോട്ട വിനായക തെരുവിലെ സെൽവരാജ്, ഉദുമപ്പേട്ട VKP നഗറിലെ താമസക്കാരനായ ചന്ദ്രൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാവിലെ പിടിയിലായത്. തിരുപ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പെരിയസ്വാമിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദുമല റേഞ്ച് ഓഫീസർ സുബ്ബയ്യയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം പ്രതികളെ പിടികൂടിയത്. കുറിച്ചിക്കോട്ടെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന സെൽവരാജിനെ പിടികൂടുകയായിരുന്നു. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രനെയും പിടികൂടിയത്. ഇരുവരും മുൻപും കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതികളാണ്. ഒറീസയിൽ നിന്നും വാങ്ങിയ കഞ്ചാവ് വിവിധ ടൗണുകളിലുള്ളവർക്ക് നൽകി വിൽപ്പന നടത്താനായിരുന്നു പദ്ധതിയെന്ന് വനപാലകർ പറയുന്നു. പിടികൂടിയവരെ ഉദുമൽപേട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാനത്ത് മിനിമം വേതനം 5 മേഖലകളിൽ കൂടി ഏർപ്പെടുത്തുമെന്ന് തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ. ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തി അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുക്കും. പൂട്ടിയ കശുവണ്ടി ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് നിലവിൽ 74 തൊഴിൽ മേഖലകളിലാണ് മിനിമം വേതനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 5 മേഖലകളിൽ കൂടി ഏർപ്പെടുത്താനാണ് സർക്കാർ തീരുമാനമെന്ന് തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. 74 മേഖലകളിൽ മിനിമം കൂലി നിലവിലുണ്ട്. 5 മേഖലകളിൽ കൂടി നോട്ടിഫൈ ചെയ്യാൻ എന്ന ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ചില മേഖലകൾ മിനിമം വേജസ് അഡ്വൈസറി ബോർഡിന്റെ പരിഗണനയിലാണ്. മിനിമം കൂലി ബാധകമാകാത്ത മേഖലകളിൽ മിനിമം കൂലി ബാധകമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. പാദരക്ഷ നിർമ്മാതാക്കൾ, സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പാചകക്കാർ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, പേപ്പർ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നീ മേഖലകളാണ് പുതുതായി ഉൾപ്പെടുന്നത്. സംസ്ഥാനത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നിലവിലെ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കും. ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഇവരുടെ കണക്കുകൾ എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്ലാന്റേഷൻ തോട്ടങ്ങളിലെ ലയങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ വീട് വെച്ച് നൽകും. ഭൂമിയും വീടുമില്ലാത്ത തൊഴിലാളികൾക്ക് രണ്ടും നൽകും. സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയ കശുവണ്ടി ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി വിവിധ വിഷയങ്ങളിലെ നിലപാട് വ്യക്തമാക്കിയത്. തൊഴിൽ മേഖലയിലെ സമഗ്ര പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കോഴക്കേസിൽ പുതിയ തെളിവ് വന്നാൽ പരിശോധിക്കുമെന്ന് വിജിലൻസ് കോടതിയിൽ. പരാതിക്കാർ പുതിയ തെളിവുകൾ ഹാജരാക്കുകയാണെങ്കിൽ അന്വേഷിക്കാൻ തയ്യാറാണെന്നും വിജിലൻസ് വ്യക്തമാക്കി. വിശദമായ വാദം കേൾക്കാൻ കേസ് ഓഗസ്റ്റ് 16 മാറ്റി. ഈ വാർത്തയുടെ റിപ്പോർട്ടുമായി നാട്ടുവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. KM മാണിയെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസിന്റെ തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ഹർജിയാണ് കോടതി പരിഗണിച്ചത്. പരാതിക്കാർക്ക് പുതിയ തെളിവുകളുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുന്നതിന് തടസ്സമില്ലെന്ന് വിജിലൻസിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. മാണിയെ കുറ്റവിമുക്തനാക്കിയ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിൽ സ്വമേധയാ അഭിപ്രായം പറയുന്നില്ല. എന്നാൽ പുതിയ തെളിവുകൾ ഉണ്ടായാൽ കേസ് പുനഃപരിശോധിക്കുന്നതിനും വീണ്ടും അന്വേഷിക്കുന്നതിനും തടസ്സമില്ല. ഇതായിരുന്നു വിജിലൻസ് കോടതിയിൽ സ്വീകരിച്ച നിലപാട്. ബാർ കേസ് വീണ്ടും അന്വേഷിക്കുന്നതിന് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നിയമോപദേശം തേടിയിരുന്നു. തുടരന്വേഷണത്തിൽ കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെന്ന നിയമോപദേശമാണ് ഡയറക്ടർക്ക് ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് തുടരന്വേഷണത്തിന്റെ സാധ്യത തള്ളാതെ വിജിലൻസ് അഭിഭാഷകൻ കോടതിയിൽ നിലപാടെടുത്തത്. വരുന്ന മാസം 16-ന് കേസിൽ വിശദമായ വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.